ക്വസ്റ്റ്യൻ നോക്കി. 4 years ago റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. 4 വർഷം മുന്നേ റഹീമിൻ്റെ ഏജ് എന്ന് പറഞ്ഞത് രാമുവിനേക്കാളും 3 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ വലിയ ആൾ അല്ലെങ്കിൽ മൂത്ത ആൾ എന്ന് പറഞ്ഞത് റഹീമാണ്. രാമുവിനേക്കാളും റഹീമിന് വയസ്സ് കൂടുതലാണ്. ആഫ്റ്റർ 2 years ദിസ് വുഡ് ബിക്കം 2 times. 2 വർഷത്തിന് ശേഷം ഇത് 2 മടങ്ങായിട്ട് വർദ്ധിച്ചു. വാട്ട് ആർ ദെയർ ഏജസ് നൗ? എന്നാൽ ഇപ്പോഴത്തെ റഹീമിൻ്റെ വയസ്സ് ഇപ്പോഴത്തെ രാമുവിൻ്റെ വയസ്സ് പ്രസൻറ്റ് ഏജ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് ഏജ് രാമുവിൻ്റെയും റഹീമിൻ്റെയും പ്രസൻറ്റ് ഏജ് നമുക്ക് എക്സും വൈ ആക്കി എടുക്കാം. റഹീമിൻ്റെ വയസ്സ് എക്സും രാമുവിൻ്റെ വയസ്സ് വൈ ആക്കി എടുത്തു നമ്മൾ. അപ്പോൾ റഹീം എക്സ് ആക്കി എടുത്തു, രാമു വൈ ആക്കി എടുത്തു. ഇനി 4 years ago 4 വർഷം ബാക്കിലോട്ട് വരുമ്പോൾ എക്സ് -4 ആവും റഹീമിൻ്റെ വയസ്സ്, രാമുവിൻ്റെ വയസ്സ് y-4. ഇങ്ങനെ തന്നെയാണ് കേട്ടോ എഴുതുക. ഇനി 2 വർഷം കഴിഞ്ഞിട്ട് 2 years after എന്ന് പറയുമ്പോൾ റഹീമിൻ്റെ വയസ്സ് x+2ഉം രാമുവിൻ്റെ വയസ്സ് y+2. ഇതാണ് ഇതിൻ്റെ മോഡൽ. പ്രസൻറ്റ് ഏജിന് നമ്മൾ എക്സും വൈ ആക്കി എടുത്തു. 4 വർഷം പിന്നിലോട്ട് എന്ന് പറയുമ്പോൾ x-4 y-4. 2 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ x+2 y+2. ഇനി പറഞ്ഞേക്കുന്നത് നോക്കി, ഇക്വേഷൻ നമ്മൾ എങ്ങനെ നിർമ്മിക്കും? 4 years ago. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പറയുന്നത് 4 വർഷം മുമ്പ് റഹീമിൻ്റെ ഏജ് എന്ന് പറഞ്ഞത് രാമുവിനേക്കാളും 3 ഇരട്ടിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ നിർമ്മിക്കുക. അതായത് റഹീംസ് ഏജ് വോസ് എന്ന് പറയുമ്പോൾ റഹീമിൻ്റെ വയസ്സ് ഇസ് ഈക്വൽ ടു, അതായത് x-4 ഈസ് ഈക്വൽ ടു രാമുവിൻ്റെ വയസ്സിനേക്കാളും 3 മടങ്ങ് കൂടുതലാണ്. ഇതാണ് രാമുവിൻ്റെ വയസ്സ്, അതിൻ്റെ 3 മടങ്ങ്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കാൻ. x-4 ഈസ് ഈക്വൽ ടു 3 × y 3y മൈനസ് 3 × 4 12. ഇനി എന്താണ് ചെയ്യേണ്ടത്? -4 + 12 ഈസ് ഈക്വൽ ടു 3y - x. അതായത് 8 ഈസ് ഈക്വൽ ടു 3y - x. 3y - x ഈസ് ഈക്വൽ ടു 8. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി, ഒരു ഇക്വേഷൻ കിട്ടി. അടുത്തത് ആഫ്റ്റർ 2 years ദിസ് വുഡ് ബിക്കം 2 times. ആഫ്റ്റർ 2 years എന്ന് പറയുമ്പോൾ റഹീമിൻ്റെ വയസ്സ് x+2 ആണ്, ഈസ് ഈക്വൽ ടു രാമുവിനേക്കാളും 2 മടങ്ങ് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇനി ഇത് ചെയ്യാം നമ്മൾ. x+2 ഈസ് ഈക്വൽ ടു 2 × y 2y + 2 × 2 4. അപ്പോൾ എന്ത് വരും? 2 - 4 ഈസ് ഈക്വൽ ടു 2y - x. ഇതേപോലെ എഴുതാൻ വേണ്ടി ഞാൻ ഒന്ന് ക്രമീകരിച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പോൾ എത്ര കിട്ടി? -2 ഈസ് ഈക്വൽ ടു 2y - x. അപ്പോൾ 2y - x-നെ -2 ആക്കി ഇട്ടു. അപ്പോൾ ഇവിടെ എഴുതാം 2y - x ഈസ് ഈക്വൽ ടു -2. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇവിടെ ഓൾറെഡി നോക്കി എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 1 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ വെട്ടിക്കളയാം. ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2-ൽ നിന്ന് അല്ലെങ്കിൽ ഇക്വേഷൻ 1 - 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3y - x ഈസ് ഈക്വൽ ടു 8 മൈനസ് 2y - x ഈസ് ഈക്വൽ ടു -2. മൈനസ് വരുമ്പോൾ എല്ലാത്തിൻ്റെ സൈൻ മാറ്റണം, പ്ലസ് ആവും, ഇവിടെ പ്ലസ് ആവും. അപ്പോൾ y എന്ന് പറഞ്ഞത് 10 ആണ് കിട്ടി നമുക്ക്. കണ്ട, y എന്ന് പറഞ്ഞത് രാമുവിൻ്റെ പ്രസൻറ്റ് ഏജാണ് y എന്ന് പറഞ്ഞത്. അപ്പോൾ y എന്ന് പറഞ്ഞത് 10. അപ്പോൾ ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. y-നെ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1 3y - x ഈസ് ഈക്വൽ ടു 8. വൈൻ്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുത്ത് 3 × 10 - x ഈസ് ഈക്വൽ ടു 8. അപ്പോൾ 3 × 10 എന്ന് പറയുന്നത് 30 - x ഈസ് ഈക്വൽ ടു 8. ഇനി 8ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, എക്സിന് അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നെഗറ്റീവൊക്കെ മാറി കിട്ടും. അപ്പോൾ എത്ര വരും? 22 ഈസ് ഈക്വൽ ടു x. അപ്പോൾ ഇവിടെ റഹീമിൻ്റെ വയസ്സ് എത്രയാണ്? 22 ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞത് റഹീമിൻ്റെ പെർസെൻറ്റേജും രാമുവിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ 10 ആണ്. അപ്പോൾ 2 പേരും പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ നോക്കി. ദ ഡിഫറൻസ് ഓഫ് ദ 2 സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 20 degree. കാൽക്കുലേറ്റ് ഓൾ ദീസ് ആംഗിൾ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഏറ്റവും 2 ചെറിയ ആംഗിൾസ് തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20 ഡിഗ്രി ആണെങ്കിൽ
ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലുള്ള എല്ലാ ആംഗിൾസും, അതായത് 3 ആംഗിൾസ് ഇവിടെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ഒരു ആംഗിൾ, ഇതാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിൽ ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 2 ആംഗിൾ കൂട്ടുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. 3 ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ആംഗിൾ ഓൾറെഡി 90 ഡിഗ്രി ആണെങ്കിൽ അടുത്ത 2 ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ആംഗിൾ, ഫസ്റ്റത്തെ ആംഗിൾ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഫസ്റ്റത്തെ ആംഗിളിനെ എക്സ്, നമുക്കറിയില്ല, അത് ഇവിടുത്തെ ആംഗിൾ എക്സ്. അതേപോലെ തന്നെ സെക്കൻഡ് ആംഗിൾ എത്രയാണ്? നമുക്ക് വൈ എന്ന് കൊടുക്കാം, അതായത് ഈ ആംഗിൾ. അപ്പോൾ ഇതിലെ ഇക്വേഷൻ അനുസരിച്ചിട്ട് എക്സും മൈനസ് വൈ എന്ന് പറഞ്ഞതാണ് 20 ഡിഗ്രി. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി ഈ 2 സ്മോളർ ആംഗിൾ, അതായത് 90 ഡിഗ്രിയേക്കാളും സ്മോളർ ആംഗിൾ ആയിരിക്കും മറ്റ് 2 ആംഗിൾ. അപ്പോൾ ആ 2 ആംഗിൾ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20 ഡിഗ്രിയാണ്. അത് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. ഇനി ഒരു ഇക്വേഷൻ കൂടി വന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ആ മറ്റ് 2 ആംഗിൾ എന്ന് പറഞ്ഞത് കൂട്ടുമ്പോൾ നമുക്ക് 90 ഡിഗ്രിയാണ് കിട്ടുക. അതാണ് ഇക്വേഷൻ നമ്പർ 2. ഈ 2 ആംഗിൾ എക്സ് പ്ലസ് വൈ കൂട്ടുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടും. ക്വസ്റ്റ്യനിൽ നിന്ന് എക്സ് മൈനസ് വൈ കുറയ്ക്കുമ്പോൾ, ആ 2 ആംഗിൾ കുറയ്ക്കുമ്പോൾ 20 ഡിഗ്രി. അതേപോലെ തന്നെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. ആ 2 ആംഗിൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 90 ഡിഗ്രിയാണ്. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഓൾറെഡി ഇവിടെ വൈയും വൈയും ക്യാൻസൽ ആയി പോവും. അപ്പോൾ അതിനെ നമ്മൾ മൈനസ് ചെയ്യേണ്ട, വെറുതെ പ്ലസ് ചെയ്താൽ മതി. ഈ 2 ഇക്വേഷനും, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വേരിയബിൾ ഓൾറെഡി ഇവിടെ ക്യാൻസൽ ആയി പോവും. അതായത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി പ്ലസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ എത്ര കിട്ടും? ഈ വൈ മൈനസ് വൈ പ്ലസ് വൈ, -1 + 1 എത്രയാണ്? 0. അപ്പോൾ എക്സും എക്സും ഇവിടെ 2x. ഇവിടെ സൈനൊന്നും മാറ്റരുത്, ഇവിടെ പ്ലസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ ഓൾറെഡി ക്യാൻസലായി എടുക്കുന്നതുകൊണ്ട് നമുക്ക് നേരിട്ട് പ്ലസ് ചെയ്യാം. 2x എന്ന് പറഞ്ഞത് 110, എക്സ് എന്ന് പറഞ്ഞത് 110 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 55 ഡിഗ്രി. അപ്പോൾ ഒരു ആംഗിൾ 55 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. എക്സ് എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് നമുക്ക് 55 ഡിഗ്രിയാണ് കിട്ടി. അപ്പോൾ അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1ലോ 2ലോ നമുക്ക് ചെയ്യാം. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20 ഡിഗ്രിയാണ്. നമുക്ക് വൈ അല്ലേ ഇനി കണ്ടുപിടിക്കേണ്ടത്. 55 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. ഈ വൈനെ അപ്പുറത്തോട്ട് കൊണ്ടുമ്പോൾ പ്ലസ് വൈ ആയിട്ട് മാറും. 55 20ന് ഇപ്പുറത്ത് കൊണ്ടുവരാം. -20 ഈസ് ഈക്വൽ ടു വൈ. അപ്പോൾ എത്ര കിട്ടും? 35 ഈസ് ഈക്വൽ ടു വൈ എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഒരു ആംഗിൾ 55 ഡിഗ്രി, ആംഗിൾ നമ്മൾ എടുത്തേക്കുന്നത് എക്സ് ആണ്, അടുത്ത ആംഗിൾ 35. അപ്പോൾ ഇവിടുത്തെ 3 ആംഗിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓൾറെഡി അവിടെ 90 ഡിഗ്രി ഉണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയ. അപ്പോൾ 90 ഡിഗ്രി, അതേപോലെ തന്നെ 55 ഡിഗ്രി, അതേപോലെ 35 ഡിഗ്രി. ഈ 3 ആംഗിൾസ് ആണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഉള്ളത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്തിരി കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കാം. ഇവിടെ പറയുന്നത് വെൻ എ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മോളർ നമ്പർ ദ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് 2. ഇവിടെ ഒരു ലാർജർ നമ്പറും ഉണ്ട്, സ്മോളർ നമ്പറും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാർജർ നമ്പറിനെ എക്സ് ആക്കി എടുക്കാം. അതേപോലെ തന്നെ സ്മോളർ നമ്പറിനെ വൈ ആക്കി എടുത്തു. പിന്നെ എന്താണ് പറഞ്ഞത്? ഈ എക്സിനെ, ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, എക്സ് ബൈ വൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന കോഷ്യൻറ്റും അതേപോലെ തന്നെ റിമൈൻഡർ എന്ന് പറഞ്ഞതും രണ്ടും എന്തായിട്ട് വരും? 2 ആണെന്നാണ് പറഞ്ഞത്. ഈ രണ്ടും 2 ആണ്. കോഷ്യൻറ്റും 2 ആണ്, റിമൈൻഡറും 2 ആണ്. ഇത് ഒന്നാമത്തെ കോൺസെപ്റ്റ്. ഇനി രണ്ടാമത്തത് പറയുന്നത് വെൻ 5 ടൈംസ് ദ സ്മോളർ ഈസ് ഡിവൈഡഡ് ബൈ ദ ലാർജർ. അതായത് 5 ടൈംസ് ദ സ്മോളർ എന്ന് പറയുന്നത് 5y ലാർജർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ലാർജർ നമ്പർ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണു. ഇവിടെ 5 ടൈംസ് ദ സ്മോളർ 5y ഡിവൈഡഡ് ബൈ ലാർജർ നമ്പർ ചെയ്യുമ്പോൾ അവിടെയും കോഷ്യൻറ്റും റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഇക്വേഷൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ പഠിക്കാം. ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞത്, ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു
കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. ഈ ഒരു ഫോർമുല പഠിച്ചിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഈ ഫോർമുലയുടെ ആവശ്യമുണ്ട്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞത് കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 20/2 ചെയ്യുമ്പോൾ 10 × 2 20 0. ഈ 10 എന്ന് പറയുന്നതാണ് കോഷ്യന്റ്, 0 എന്ന് പറയുന്നത് റിമൈൻഡർ, 20 എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്, 2 എന്ന് പറയുന്നത് ഡിവൈസർ. ഇതൊക്കെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ നോക്കി. ഡിവിഡൻഡ് എന്ന് പറഞ്ഞത് എക്സ് ആണ്. ഇവിടുത്തെ ഡിവിഡൻഡ് എക്സ് ഈസ് ഈക്വൽ ടു കോഷ്യന്റ് എന്ന് പറഞ്ഞത് 2 ആണ് ഇൻറ്റു ഡിവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ എടുക്കുന്നത് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് 2. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2y + 2. ഇതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കി. 5y ഇതേപോലെ തന്നെ എഴുതാം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞത് എന്താണ്? 5y. 5y ഈസ് ഈക്വൽ ടു കോഷ്യന്റ് ഇവിടെ 2 ആണ്, കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ എന്ന് പറയുന്നത് എക്സ് ആണ് പ്ലസ് റിമൈൻഡർ. അപ്പോൾ 5y ഈസ് ഈക്വൽ ടു 2x + 2. ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞത്. അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സ് ഈസ് ഈക്വൽ ടു 2y + 2 എന്നും 5y ഈസ് ഈക്വൽ ടു 2x + 2 എന്നും 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയ പോലെ തന്നെയാണ് കരുതുന്നത് അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇക്വേഷൻ വന്നേക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് ഈസ് ഈക്വൽ ടു 2y + 2 ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ വന്നേക്കുന്നത്. അതേപോലെ തന്നെ 5y ഈസ് ഈക്വൽ ടു 2x + 2 ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 2വിൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 5y ഈസ് ഈക്വൽ ടു 2x + 2. 5y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 2y + 2 + 2 ഇവിടെ വേറെ ഉണ്ട്, അത് ഇട്ട് കൊടുത്തു. ഇനി 5y ഈസ് ഈക്വൽ ടു 2 × 2 4y + 4 + 2. ഇനി എന്ത് കിട്ടും? 5y ഈസ് ഈക്വൽ ടു 4y + 6. 5y ഈ 4yനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -4y ആവും ഈസ് ഈക്വൽ ടു 6. y എന്ന് പറഞ്ഞത് 6. അപ്പോൾ ഒരു വേരിയബിളും നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷനിൽ നിന്ന് തന്നെ ഇക്വേഷൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ എക്സ് എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ വാല്യൂ കൊടുത്തു. എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടിയത് കൊണ്ട് രണ്ടാമത്തേൽ ആ എക്സിൻ്റെ വാല്യൂയിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് y കിട്ടും. ഇനി y 6 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ സ്ഥാനത്ത് ഒരു ഇക്വേഷനിൽ y 6 ആണ് കിട്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു വൈൻ്റെ സ്ഥാനത്ത് 6 കൊടുക്കുക +2. എക്സ് ഈസ് ഈക്വൽ ടു 12 + 2. എക്സ് എന്ന് പറഞ്ഞത് 14 ആണ്. അപ്പോൾ ലാർജർ നമ്പർ എന്ന് പറഞ്ഞത് എക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആ നമ്പർ എന്ന് പറയുന്നത് 14ഉം സ്മോളർ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ y ആയിട്ടാണ് എടുത്തേക്കുന്നത്. ആ നമ്പർ 6. അങ്ങനെ 2 നമ്പറും നമ്മളിവിടെ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.